ഹലോ ഗായ്സ്, എല്ലാവരും എന്ത് പറയണു? ഇന്ന് എൻ്റെ മോൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു ചെറിയ പ്രിപ്പറേഷൻ. അടിപൊളി. ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് ഞാൻ കഴിച്ചു നോക്കി, സൂപ്പറായിരുന്നു. അപ്പം ഇതിൻ്റെ പേര് എനിക്കിപ്പോഴും ശരിയായിട്ടില്ല. ടാങ്കിളുന്നോ എന്താ കേട്ടോ? ഏത് ഡിഷാന്ന് അറിയില്ല അല്ലേ? ഏഷ്യനാണോ? ഓക്കെ, ഒരു ഏഷ്യൻ ഡിസേർട്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ഇതിനിപ്പോൾ മോനെടുത്തത് 4 tablespoon ഓഫ് സ്പൂൺ ആൻഡ് 2 tablespoon ഓഫ് വാട്ടർ എടുത്തിട്ട് മൈക്രോവേവ് ചെയ്യാണ്. എത്ര മിനിറ്റ് മോനെ മൈക്രോവേവ് ചെയ്യണേ? 30 second intervals until it's like brown and bubbly. 30 seconds. Every 30 seconds you check. ഓക്കെ, എവറി 30 seconds ചെക്ക് ചെയ്യണമെന്ന്. നൈസ് ബ്രൗൺ ആൻഡ് ബബ്ലി ആയി വന്ന പോലെ നമുക്ക് മൈക്രോവേവിൽ കാണാമല്ലോ അത് ബബ്ലി ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങളത് മൈക്രോവേവിൽ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്തിരുന്ന സ്റ്റിക്സ് ആണ്, ലൈക്ക് നമ്മൾ വുഡൻ സ്റ്റിക്സ് അല്ലേ, ഇത് കോർത്ത് വയ്ക്കാനായിട്ടുള്ള അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈക്രോവേവ് ചെയ്ത് ശരിയായിട്ട് ഇപ്പോഴേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മോൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോളിൽ ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഐസ് ക്യൂബ്സ് മുഴുവൻ തട്ടിയിട്ട് ഓറഞ്ച് പീൽ ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഓറഞ്ച് പീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. മൈക്രോവേവ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ബബ്ലി ആൻഡ് ലൈക്ക് ബ്രൗണിഷ് കളറായോ എന്നുള്ളത്. ആ ഐസ് ക്യൂബ്സിലോട്ട്, ബോൾ ഓഫ് ഐസ് ക്യൂബ്സിലോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിക്കും. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് തിങ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഓറഞ്ചസിൻ്റെ ഓരോ ഇതളും എടുത്തിട്ട് വുഡൻ സ്റ്റിക്ക് ഇല്ലേ അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് ലൈക്ക് ഇങ്ങനെ കോർത്ത് വയ്ക്കുക. ഓക്കെ, കോർത്ത് വയ്ക്കുമ്പോഴേക്കും മൈക്രോവേവ് നമ്മളിപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ആ ലൈക്ക് കോർത്ത് വെച്ചേക്കുന്ന ഓറഞ്ച് സ്റ്റിക്സ് അതിൽ ഡിപ്പ് ചെയ്യും. അതിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഐസ് ക്യൂബിലോട്ട് ഇടും. ആൻഡ് എല്ലാം അതുപോലെ തന്നെ വുഡൻ ഫോക്കോ അല്ലെങ്കിൽ വുഡൻ സ്റ്റിക്കോ ചോപ്പ് സ്റ്റിക്കോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഓരോ 1 or 2 അല്ലി ഓറഞ്ച് അതുമ്മ കുത്തിയിട്ട് ഈ കാരമലൈസ്ഡ് ഷുഗറിലോട്ട് മുക്കിയിട്ട് അത് ഐസ് ക്യൂബ്സിലോട്ട്. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിതിൻ്റെ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ സമ്മതിച്ചില്ല, ബിക്കോസ് ഇറ്റ് ഡിഡ്ന്റ് വാണ്ട് ടു. സോ ഐ തോട്ട് ഐ വിൽ വോയിസ് ഓവർ തരാം ആൻഡ് മേ ബി ഫൈനൽ പ്രൊഡക്റ്റ് ഫോട്ടോ എടുത്ത് കാണിക്കും. മീൻസ് കാണുമ്പോൾ ഒരു ഓറഞ്ച് ഇരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ, പക്ഷെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇന്ന് ഉണ്ടാക്കി ഞാൻ കഴിച്ചു, വീണ്ടും ഉണ്ടാക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട്. അടിപൊളി. ലാസ്റ്റ് ലോട്ടിലോട്ടായിക്കൊണ്ടിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഷുഗർ, വാട്ടർ, ഒരു ഗ്ലാസ്, മൈക്രോവേവ്, ബോൾ, ഐസ് ക്യൂബ്സ്, തണുത്ത വെള്ളം ആൻഡ് ദിസ് വുഡൻ സ്റ്റിക്കോ ചോപ്പ് സ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ ഇത്രയും സാധനം മതി. പക്ഷെ ഒരു അടിപൊളി ഡെസേർട്ട് റെഡിയാവും. എന്നിട്ട് ബാക്കിയുള്ളത് പറയാം, കാരണം അത് ഫ്രിഡ്ജിൽ വെക്കാൻ തോന്നുന്നത് കഴിഞ്ഞാൽ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പം ഈ ഷുഗർ സിറപ്പിൻ്റെ ചൂട് കുറയാൻ സാധ്യതയുണ്ട്. അവന് ചൂട് കുറഞ്ഞാൽ അപ്പോൾ തന്നെ പിന്നെ മൈക്രോവേവിൽ ഫ്യൂ സെക്കൻഡ്സ് വെച്ചിട്ട് എടുത്തിട്ട് അത് ആ ഹോട്ടോടുകൂടി തന്നെ ഓറഞ്ച് സ്റ്റിക്കിലിട്ടിട്ട് അത് അപ്പം തന്നെ കോൾഡ് വാട്ടറിലോട്ട് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് കാണിക്കാം അല്ലേ. കണ്ടോ, ഇതാണ് നമ്മളുടെ ഓറഞ്ചസ് ഡിപ്പ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ അത് ഷുഗർ ഉണ്ടെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ ഷുഗർ കോട്ടഡ് ആണ്. ഇത് നമ്മളുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കില്ല അത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ഷുഗർ കോട്ടഡ് ഓറഞ്ചാണ്. കാണുമ്പോൾ ഓറഞ്ച് മാത്രമുള്ളൂ തോന്നും, പക്ഷെ ഷുഗർ കോട്ടഡ് സൂപ്പർ ടേസ്റ്റി ഓറഞ്ചസ് ആണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം, സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യും. ഹെൽത്തി ഓപ്ഷൻ അല്ല, പക്ഷെ ഒരു ഡിഫറൻസ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു മണിക്കുട്ട.